ഹായ് ഹലോ ഫ്രണ്ട്സ്, ലെച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എവിടോട്ടാണ് പോകുന്നതെന്നല്ലേ, ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുതിയൊരു ഷോറൂം നമ്മളുടെ അൽ ബാഗ്ദാദിയയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാലോ എന്നോ, അത് ഞങ്ങൾ പോയതാണ്. അവിടെ അതിവിശാലമായി റെഡിയാക്കിയിട്ടുള്ള ഒരു കിച്ചൺ ഏരിയ തന്നെയുണ്ട്. അത് മാത്രമല്ല, ജിദ്ദയിലെ ഏറ്റവും വലിയ ലുലു മാളുകളിലൊന്നായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതിലെടുത്ത് പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ തന്നെയാണ്. അതിവിശാലമായ ഒരു ഡൈനിങ് ഏരിയ തന്നെ ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് മറ്റ് ലുലു മാളുകളിൽ നിന്നും ഇവിടുത്തെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫുഡ് സെലക്ട് ചെയ്തിട്ട് അവിടെ തന്നെ കൊടുത്താൽ അവിടെ ചൂടാക്കി തരും. ചൂടാക്കിയിട്ട് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് പോയി അവിടെ ബില്ലിങ്ങിന് ആളിരിപ്പുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ബില്ല് ചെയ്തിട്ടിരുന്ന് കഴിക്കാവുന്നതാണ്. അപ്പം ടീ, കോഫി, വാട്ടർ എല്ലാം അവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ബില്ല് ചെയ്ത് അവിടെ തന്നെ കഴിക്കാം. അത് രാവിലെ തന്നെ വെജിറ്റേറിയൻ ഐറ്റംസും നോൺ വെജിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് അവിടെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ഭാജിയും ഉപ്മാവും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് 2 പൂരി ഭാജി വാങ്ങി. പിന്നെ നോൺ വെജ് ഐറ്റംസ് ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മുടെ നാടൻ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി ഒരെണ്ണം വാങ്ങി. ഇതുകൂടാതെ തന്നെ ബേക്കറി ഐറ്റംസ്, ജ്യൂസ്, ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാ കൗണ്ടറുകളും ഈ ഡൈനിങ് ഏരിയയുടെ ചുറ്റുമായിട്ടുണ്ട്. അപ്പം നമുക്കതിൽ ഏത് വേണമെങ്കിലും അവിടെ നിന്ന് ഫുഡ് വാങ്ങി ഇവിടെ വന്നിരുന്ന് കഴിക്കാവുന്നതാണ്. ഇതൊന്നും കൂടാതെ ഈ ലുലു മാളിനെ വ്യത്യസ്തമാക്കുന്നത്, ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. സെക്കൻഡ് ഫ്ലോറിൽ അതിവിശാലമായ ഒരു ഫുഡ് കോർട്ടും ഗെയിമിംഗ് ഏരിയ എല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. പക്ഷേ കിടിലം വ്യൂ ആണ് അവിടെ ഇരുന്നാലും നമുക്ക് സീ വ്യൂ ആണ്. ഈ ഫുഡ് കോർട്ട് ഫുള്ള് സീ വ്യൂ ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആരും ഇവിടെ പോയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി നോക്കണം കേട്ടോ.